ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന വലിയൊരു ഓണച്ചീരാണ്. പോട്ടൊക്കെ നിറഞ്ഞ് പുറത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഴയ പോട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അത് നമ്മൾ പോട്ട് കട്ട് ചെയ്യണം. പോട്ട് എന്തായാലും നമുക്ക് കഴിച്ചെടുക്കാൻ കഴിയില്ല. പോട്ട് കട്ട് ചെയ്യണേ. പ്ലാസ്റ്റിക് പോട്ടാകുമ്പോൾ പൊട്ടിപ്പോയാൽ നമ്മൾ ചെറിയ വിലയിലാവും. സ്ക്വയർ പോട്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ളായി പൊട്ടി ഒഴിവാക്കി ഫുള്ളായിട്ട് വേരൊക്കെ തിങ്ങി നിൽക്കണം. ഒന്നും കട്ട് ചെയ്യാതെ ചെയ്യണം എന്നാണ് ചാറ്റിൻ്റെ നോക്കാം. കട്ടിയിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം. നമ്മൾ കട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാ ഒരു പോട്ടാണ്. ഇതിൻ്റെ അടിയിലൊക്കെ നല്ല ഹോളൊക്കെ ഇട്ടിട്ടുള്ള സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുക. അതിലായിട്ടൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇത് എടുക്കാം. 2 പ്ലാന്റ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നതാണ്. സൈഡിലേക്ക് വരുന്ന പ്ലാന്റ് നിറയെ റൂട്ടാണ്. ഇനി നമുക്കിതിക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് തെർമാക്കോളാണ്. തെർമാക്കോളിന്റെ കട്ടിയുള്ള ഇതന്നെ വെക്കണേ. പൊടിഞ്ഞു പോണ്ട് ഇടരുത്. തെർമാക്കോൾ ഇട്ടിട്ടുള്ള അടിയിൽ അതിൻ്റെ നേരെ നമ്മൾ കുറച്ച് ചകിരി ചാർക്കോളും കൂടെ ആഡ് ചെയ്യുക. കൊണ്ടൊന്ന് അടിപൊളിയായിട്ട് അവിടെ കിടക്കുക. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് കരിയും ചകിരിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ പ്ലാന്റുകളെ കിട്ടും. ശരിക്കും ഇതൊരു 10-50ഓളം പ്ലാന്റുകളെ കിട്ടും. പക്ഷെ കട്ട് ചെയ്യാനുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്നത്. നിറയെ കൂടും. ഏത് ടൈമിലും കൂടുതലൊരു മോൺസിലിയാണ്. മോൺസിലി ഒരു ബിഗ് കേട്ടോ, സ്മോളല്ല. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവറാണ്. ഒരു ലെയർ ഫുള്ള് കരി ഇട്ടു. അടുത്ത ലെയർ നമ്മൾ ചകിരി ഇടാറുണ്ട്. ചകിരി എന്തായാലും കുറച്ച് വേണം. നനവ് കിട്ടണമെങ്കിൽ, റൂട്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് ചകിരി നിർബന്ധമാണ്. നമ്മുടെ ചകിരോട്ടോളം നമുക്ക് കരിയിലൊക്കെ ചാർക്കോള് മാത്രം വെച്ചിട്ട് പ്ലാന്റ് ഒരു സ്വന്തമായിട്ടൊരു ഹെൽത്ത് കമ്മി തോന്നുന്നു. വെള്ളിയിൽ പോകുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഒരു ലെയർ 2 ലെയർ നമ്മൾ ചകിരി ആഡ് ചെയ്യാം. കുറച്ചുകൂടെ കരിയൊക്കെ എടുക്കാം. തിക്കായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പഴയ കുറച്ച് ഫ്ലവർ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യും. മൊത്തത്തിൽ പ്ലാന്റിന് മുന്നേ കട്ട് ചെയ്യേണ്ടതായിരുന്നു. ശ്രദ്ധിക്കുക, പഴയതൊക്കെ നമുക്ക് കട്ട് ചെയ്ത്
അപ്പോൾ ഡാമേജ് തന്നെ ലീഫും കഴിഞ്ഞ പ്രാവശ്യം വന്ന് പിന്നെ ബഡിൻ്റെ ഡാമേജ് ആയതൊക്കെ കുറേ ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നിറയെ ഇത് വരുന്നുണ്ടാവും, പുതിയ ബഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, നിറയെ ഉണ്ടാവും. ഒരു പ്രാവശ്യം തന്നെ 10-20 മുട്ടുകളൊക്കെ വരുന്നുണ്ട്. കേട്ടോ നമ്മൾ പുതിയ ബഡാണ് കണ്ടില്ല, ഇത് പുതിയതാണ്, ഇത് പുതിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഓൺസീഡിയം. നമ്മൾ കുറച്ച് 2-3 ദിവസം തണുത്ത് വെക്കാം. തണുത്ത് വെച്ചിട്ട് പിന്നെ നമുക്കൊന്നത് നല്ല വെളിച്ചം കിട്ടിട്ട് മാറ്റി വെക്കാം. ഇപ്പം തീരെ വെയിലും വെളിച്ചൊന്നും വേണ്ട, നനവൊക്കെ ഒന്ന് കറക്റ്റ് ആവുന്നതൊക്കെ നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കുക. 2 ദിവസം നല്ലോണം നനച്ചു കൊടുക്കുക. ഉള്ള ചകിരൊക്കെ ഒന്ന് കുതിർന്നിട്ട് പിന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യം നനച്ചെടുക്കാം.